ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഈ വിജയം നേടേണ്ടത് നമ്മുടെ തന്നെ മനസ്സിൻ്റെ തലത്തിലാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നാം കണ്ടു, മനുഷ്യൻ്റെ മനസ്സ് രണ്ട് തലങ്ങളായി നിൽക്കുന്നു. ഒന്ന് ലോവർ മൈൻഡും രണ്ട് അപ്പർ മൈൻഡും. ലോവർ മൈൻഡിനെ നാം ഉപബോധ മനസ്സ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നു. ഉയർന്ന മനസ്സിനെ നാം അപ്പർ മൈൻഡിനെ നാം കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നു. ഈ ഉപബോധ മനസ്സിലാണ്, അതായത് സബ് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മുടെ എല്ലാ വാസനകളും സ്വഭാവങ്ങളും ശീലങ്ങളും നമ്മുടെ വികാര ചിന്തകളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എല്ലാവർക്കും ഏറെക്കുറെ സിമിലറാണ്. കാരണം കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, സ്നേഹം, ദയ, കാരുണ്യം എല്ലാവരിലും ഉണ്ട്. പക്ഷേ ചിലവരെ ചിലത് സ്വാധീനിച്ചിരിക്കുന്നു കൂടുതൽ. കാരണം അവരുടെ ശീലങ്ങൾ അങ്ങനെയാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എങ്കിലും എല്ലാവരുടെ ഉള്ളിലും ഇതെല്ലാം ഉണ്ട്. ചിലരിൽ ചില ദുർബല വികാരങ്ങൾ സപ്രസ്ഡ് ആണ്, അല്ലെങ്കിൽ കൺട്രോൾഡ് ആണ്. ചിലവരിൽ നല്ല വികാരങ്ങൾ വളരെ എക്സ്പ്രസ്ഡ് ആണ്. ഒക്കെ നമുക്ക് ആ വേരിയേഷൻസ് കാണാൻ സാധിക്കും. അപ്പം ഇവിടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രേരണ എല്ലാ ജീവജാലങ്ങളിലും മനുഷ്യരിലും ഉണ്ടെന്നും ആ പ്രേരണയിലൂടെയാണ് ഇവിടെ സൃഷ്ടി വികാസമുണ്ടാകുന്നതെന്ന് ഭാരതീയ ഋഷിവര്യന്മാർ കണ്ടെത്തിയിരുന്നു. ഡാർവിൻ തൻ്റെ തിയറി ഓഫ് എവല്യൂഷൻ അവതരിപ്പിക്കുന്നതിന് മുമ്പ്, ഈ എവല്യൂഷനൊക്കെ മുമ്പ് തന്നെ അതിനൊരു പ്രേരണ കൊടുക്കാനുള്ള ഒരു ഘടകം ഉണ്ടാവണം, ഒരു കോൺഷ്യസ് തോട്ട്സ് അതിലുണ്ടാവണം. ഇന്ന് മോഡേൺ സയൻസ് അത് അംഗീകരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ പറയുന്നുണ്ടല്ലോ. ഒരു ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ ഏതൊരു യന്ത്രവും അതിനെ സെൻസർ വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ അത് സ്വയം ഇൻ്റലിജൻസ് ഇൻ്റലിജൻ്റ് ഉപയോഗിച്ച് അത് പ്രവർത്തിക്കും. റോബോട്ടിക് സയൻസ് ഒക്കെ അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത്, റോബോട്ടുകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ തരത്തിൽ എല്ലാ ജീവജാലങ്ങളുടെയും ഒരു ഉപബോധ മനസ്സിനെ ബ്രഹ്മാവ് എന്ന് ഭാരതീയ ഋഷിവര്യന്മാർ വിളിച്ചിരുന്നു. അപ്പോൾ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഒരു ബൃഹത്തായ, അതായത് ടോട്ടാലിറ്റി, എല്ലാവരുടെയും, അതിൽ ജീവജാലങ്ങൾ പെടും, മനുഷ്യൻ പെടും, എല്ലാവരുടെയും പൊതുവായ ഉപബോധ മനസ്സിനെയാണ് ബ്രഹ്മാവ് എന്ന് വിളിക്കുന്നത്. ആ മനസ്സിലാണ് 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത്. ശ്ലോകം നിങ്ങൾ ഓർക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10ാം ശ്ലോകമാണ് അവതരിപ്പിച്ച്. ഞാൻ ഒന്നുകൂടി ആ ശ്ലോകം ചൊല്ലാം, എന്നിട്ട് നമുക്കത് ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം പ്രജാപതി എന്നതിന് പ്രജകളെ, പ്രജനം ചെയ്യുന്ന പ്രജകളെ, അതായത് ജീവജാലങ്ങളെ മുഴുവൻ, സൃഷ്ടിയെ മുഴുവൻ വികസിപ്പിക്കുന്ന, പരിണാമം വരുത്തുന്ന ഉപബോധ ചിന്തയാണ് ബ്രഹ്മാവ്, പ്രജാപതി. കാരണം അവിടെ കാമം എന്നൊരു വാസന, ചിന്ത, ആ പ്രേരണയിൽ നിന്നാണ് ശരീരത്തിലൂടെ ബീജം പകർന്നു കൊടുക്കുന്നതും അങ്ങനെ എല്ലാ ജീവജാലങ്ങളിലും അവരുടെ സൃഷ്ടി വ്യാപനത്വം ഉണ്ടാകുന്നതും. അപ്പോൾ ബ്രഹ്മാവ് 4 തല എന്നൊരു സങ്കല്പം. അപ്പോൾ ഈ 4 തല എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സ്ഥൂലബുദ്ധിയിൽ ഇത് കാണരുത്. ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ പ്രായമുള്ളൊരു മനുഷ്യനും കഥകളിലൊക്കെ പുരാണങ്ങളിൽ അങ്ങനെ അവതരിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂക്ഷ്മമായത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. കഥകളെ കഥകളായി എടുക്കരുതെന്ന് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കഥാ ഇമാംസ്തേ കഥിതാഹിരാജൻ വിധായ ലോകേഷു യശപ്പരേഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയോ വിഭോ വചോ വിഭൂതിർണതു പാരമാർത്ഥ്യം. 12ാം സ്കന്ധത്തിൽ 4ാം അധ്യായത്തിൽ 13ാം ശ്ലോകം എടുത്തു നോക്കൂ, നിങ്ങൾക്ക് കാണാം. അപ്പോൾ വളരെ വ്യക്തമായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതര മതങ്ങൾ കഥ പറയുന്നത് പോലെ നമ്മളിപ്പോഴും പഴയ കഥകളിൽ നിൽക്കുന്നില്ല. കഥകളൊക്കെ വേണം. എന്തിനാണ്? കാര്യം മനസ്സിലാക്കാൻ. വിജ്ഞാന വൈരാഗ്യ വിവക്ഷയോ വിഭോ എന്നാണ്. വിജ്ഞാന വൈരാഗ്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലുള്ള തത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. രാമായണം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, പാർവതീ പരമേശ്വര സംവാദത്തിൽ പാർവതീ ദേവി പരമേശ്വരനോട് ചോദിക്കുന്നത് രാമതത്വം പറഞ്ഞു തന്നാലെന്ന്, ഉപദേശിച്ചാലെന്നാണ്. അപ്പോൾ രാമനെക്കുറിച്ചുള്ള കഥ പറയുമ്പോൾ അതിൽ രാമതത്വം ഉണ്ടാവണം. അപ്പം ഇതുപോലെ ബ്രഹ്മാവ് തത്വം എന്താണ്?
അത് ഉപബോധ മനസ്സാണ്. സമഷ്ടി ഉപബോധ മനസ്സ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ്സ് എ യൂണിവേഴ്സൽ മൈൻഡ് എന്ന്. യൂണിവേഴ്സൽ മൈൻഡാണ്, എല്ലാ ജീവജാലങ്ങളുടെയും മനുഷ്യൻ്റെയും മൈൻഡാണ്. അപ്പോൾ അതിൽ 4 പ്രവർത്തനങ്ങളുണ്ട്. 2 ഭാഗങ്ങളുടെ മനസ്സിന്, ഉപബോധ മനസ്സിൽ 4 പ്രവർത്തനങ്ങൾ. ഒന്ന് EQ എന്നൊരു പ്രവർത്തനം. EQ എന്ന് പറഞ്ഞാൽ വികാരങ്ങൾ, കാമം, ക്രോധം, ലോഭം, സ്നേഹം ഒക്കെ നല്ലതും പോസിറ്റീവ് നെഗറ്റീവായത്. പിന്നെ അതിൽ ബുദ്ധി, തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു കഴിവ്. പിന്നെ നമ്മുടെ സ്വഭാവം, പല തരത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങളുടെ സ്വഭാവം, എനിക്കതിഷ്ടമാണ് ഇതിഷ്ടമല്ല എന്നുള്ള ചില, അതിന് വാസന എന്ന് പറയും. 4മത്തത് ഞാനെന്ന ഭാവം. ഈ ഞാനെന്ന ഭാവം ഇരിക്കുന്നത് ഈ ഉപബോധ മനസ്സിലാണ്. അവിടെ ഒരു കുട്ടി ജനിച്ചു വരുമ്പോൾ തന്നെ ആ കുട്ടിയിൽ ഞാനെന്ന ഭാവം, എന്നെ തൊടണ്ട, എന്നെ ആരും പറഞ്ഞു കൊടുത്തതല്ല. അപ്പോൾ ആ ഞാനെന്ന ഭാവം ആ കുട്ടിയുടെ ഉപബോധ മനസ്സിൽ വളരെ തീവ്രമാണ്. അപ്പോൾ ഞാനെന്ന ഭാവമുള്ള അഹങ്കാരം, പല കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ്, കഴിവ് തുടങ്ങിയുള്ള ബുദ്ധി, അതുപോലെ തന്നെ എന്താണ് അടുത്തത് സ്വഭാവങ്ങൾ, ശീലങ്ങൾ, വാസന എന്ന് പറയുന്നത്, പിന്നെ വികാരങ്ങൾ. അപ്പോൾ ഇതിനെ മനോബുദ്ധി ചിത്തം അഹങ്കാരം എന്ന് ഇൻ ഷോർട്ടായിട്ട് പറയും. അതാണ് ബ്രഹ്മാവിൻ്റെ 4 തലകൾ. അല്ലാതെ ബ്രഹ്മാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി 4 തല ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഈ 4 തല ഒന്ന് പല്ല് തേക്കാനുള്ളൊരു ബുദ്ധിമുട്ടാലോചിച്ച്, കിടന്നുറങ്ങാനുള്ള ബുദ്ധിമുട്ടാലോചിച്ച് എവിടെ തലയണ വയ്ക്കുക? അല്ല, അങ്ങനെയൊക്കെയുള്ളൊരു തലയുള്ള ഒരാൾക്ക് ഇങ്ങോട്ട് നടക്കാൻ പറ്റുമോ? കാരണം എല്ലാ ഫേസും അദ്ദേഹത്തിന് കാണാൻ പറ്റില്ല. ഈ വഴിക്ക് പോകണോ ആ വഴിക്ക് പോകണോ എന്നുള്ളത് നമ്മൾ ഈ സിയാമീസ് ഇരട്ടകളെക്കുറിച്ചൊക്കെ കേൾക്കാറില്ലേ? 2 തലയൊക്കെയുള്ള കുട്ടികൾ വന്നു കഴിഞ്ഞാലുള്ള അവരുടെ ഒരു കൺഫ്യൂഷൻ. കാരണം 2 തലയും ഡിഫറൻ്റായിട്ട് ചിന്തിക്കുന്നു. അവസാനം ഒരു തല ഓപ്പറേറ്റ് ചെയ്ത് കളയേണ്ട ഗതികേടൊക്കെ പലപ്പോഴും ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ 2 കുട്ടികളും അങ്ങനെ വളർന്നാൽ പിന്നീട് ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ, കോംപ്ലിക്കേഷൻസ്, അതൊക്കെ പലരും കണ്ടു കഴിഞ്ഞു. പോട്ടെ. അപ്പോൾ ഇവിടെ ഈ ബ്രഹ്മാവെന്ന ഉപബോധ മനസ്സിൽ നിന്നാണ് അനേന പ്രസവിഷ്യത്വം. ഇവിടെ ഈ ലോകത്തിൽ ഇങ്ങനെ സൃഷ്ടി ജാലങ്ങൾ അങ്ങനെ വർദ്ധിച്ചു വന്നത്. ഇത് ഞാൻ പറയുന്നത് ഇവിടുത്തെ സ്ഥൂല സൃഷ്ടിയുടെ കാര്യമാണ്. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അവിടെ കൊണ്ട് തീരുന്നില്ല. ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ്, പ്രജാപതിയിൽ നിന്ന്, ഈ ബ്രഹ്മാവിൽ നിന്ന് നമുക്ക് അനേന പ്രസവിഷ്യത്വം, നമുക്ക് അനേന എന്ന് പറഞ്ഞാൽ ധാരാളം, പ്രസവിഷ്യത്വം എന്ന് പറഞ്ഞാൽ പ്രസവിക്കാൻ പറ്റുന്നല്ല അർത്ഥം. നമുക്ക് പലതും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും, പരിവർത്തനം വരുത്താൻ സാധിക്കും. അപ്പം അതിനെന്താ വേണ്ട? സഹയജ്ഞ. സഹയജ്ഞത്തിലൂടെ നമുക്ക് പലതും നേടിയെടുക്കാൻ സാധിക്കും. കാരണം ഈ ബ്രഹ്മാവെന്ന ഉപബോധ മനസ്സ് അത് പ്രകടമാവണമെങ്കിൽ, അതിന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു ബോധ മനസ്സ് വേണം. അപ്പോൾ ഈ ഉപബോധ മനസ്സിന് പ്രകടമാവണമെങ്കിൽ ബോധ മനസ്സിലൂടെ പ്രകടമാവാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ വികാരങ്ങളും നമുക്ക് പ്രകടിപ്പിക്കണം, എല്ലാ വിചാരങ്ങളും അതിന് ബോധ മനസ്സ് വേണം. അപ്പോൾ ഈ ബോധ മനസ്സുകൊണ്ട് നമുക്ക് ഇത്തരം വികാരങ്ങളെ, നമുക്ക് അതിനെ വളരെയധികം ശുദ്ധീകരിച്ചെടുക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും വികാസം പല തലങ്ങളിൽ കാണാൻ പറ്റും. അപ്പം അതായത് ഇപ്പോൾ കാമം എന്നൊരു വാസന, ഈ കാമത്തിൽ തന്നെയാണ് ആഗ്രഹം ഇരിക്കുന്നത്, സ്വപ്നങ്ങൾ, മോഹങ്ങളൊക്കെ ഇരിക്കുന്നത്. അതിൻ്റെ പല വകഭേദങ്ങളാണ് മാത്രം. അപ്പം ലൗകികമായ വെറും ഭോഗതൃഷ്ണയിലുള്ള കാമം, ഈ ഉപബോധ മനസ്സിന് ഭോഗമാണറിയുക. ഭോഗം എന്ന് പറഞ്ഞാൽ പല സുഖങ്ങൾ, തനിക്ക് കിട്ടുന്ന സുഖം. എന്നാൽ ബോധ മനസ്സിന് യോഗമറിയാം, പലതിലോടും കൂടിച്ചേർന്ന് പലതും ഗ്രഹിച്ച് പലതും മനസ്സിലാക്കി പലതും നേടിയെടുക്കാൻ പ്രാപ്തരാവുക. ആ രീതിയിൽ പല കഴിവുകളും ബോധ മനസ്സിലുണ്ട്. അപ്പോൾ നോക്കൂ, ആഗ്രഹം വെറും കാമത്തിലേക്ക് ഒതുങ്ങിയാൽ അത് ഭോഗമായി. ആ ആഗ്രഹം തൻ്റെയും മറ്റുള്ളവരെയും ഉയർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആ ആഗ്രഹം ഒരു യോഗമായി, അയാൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പം ഇവിടെ ഒരു പാരസ്പര്യത്തിലൂടെ, പരസ്പര സഹകരണത്തിലൂടെ മനുഷ്യന് വേണമെങ്കിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാം. അമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദു മൈൻഡും മറ്റ് മതങ്ങളിൽ, പ്രത്യേകിച്ച് ഇസ്ലാം കുട്ടികളുടെ മൈൻഡ് ടോട്ടലി ഡിഫറൻ്റാണ്. ഇപ്പം ഹിന്ദു മൈൻഡ് എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിലൊക്കെ പറഞ്ഞു കാണും, ഒരു ആവറേജ്, എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, ഒരു ജോലി കിട്ടി ജീവിച്ചാൽ മതി. അവരെ സംബന്ധിച്ച് നല്ലതിനോടൊക്കെ സഹകരിച്ച് നല്ലതിൽ ചേർന്ന് അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക്, ഒരു ഉത്പാദകനായി, വ്യവസായിയായിട്ട് ഒരു വലിയ തലത്തിലേക്ക് ഉയരണം,
എന്നുള്ളൊരു വിശാല മനസ്സ്, ഒരു വലിയ ശക്തിയുള്ളൊരു മനസ്സ് ചെറുപ്പത്തിലേ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുന്നില്ല. വ്യവസായാത്മിക ബുദ്ധിയല്ല. കാരണം അച്ഛൻ്റെയും അമ്മയുടെയും പരിമിതിയിൽ നിന്നുകൊണ്ട് ഒരു ജോലി, ഒരു ടീച്ചറാവുക, എൻജിനീയർ ആവുക, ഡോക്ടറാവുക, അത്രയേ വേണ്ടൂ. ഒരു ഡോക്ടറാവുന്നത് കുഴപ്പമില്ല, എനിക്കൊരു ഹോസ്പിറ്റൽ ഡെവലപ്പ് ചെയ്യണം, എനിക്ക് കുറേ ആളുകളെ ഇവിടെ ട്രീറ്റ് ചെയ്യണം. ആ രീതിയിലൊരു ഒരു ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിക്കായിട്ട് ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്പ് ചെയ്യുന്ന വിധത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന എത്ര ഡോക്ടർമാരുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഇന്നിപ്പോൾ നമ്മളതിനെ എന്താ പറയുക, സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയും. ഈ രീതിയിൽ സ്റ്റാർട്ടപ്പുകൾ ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ എഡ്യൂക്കേഷനിലും ഇല്ല. ഇപ്പോൾ ക്രമേണ വരുന്നുണ്ട്, കാരണം ലോകം അത് റിയലൈസ് ചെയ്തു, വളരെയധികം റിയലൈസ് ചെയ്തു. എന്നാൽ മുസ്ലിം കുട്ടികളിൽ അത് ജന്മന അവരുടെ ആ ഒരു എന്താ പറയുക കൂട്ടായ്മ, പ്രത്യേകിച്ച് അവർ മദ്രസ ക്ലാസ്സുകളിലൊക്കെ ഇപ്പോൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കും. അതുകൊണ്ട് അവർ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ വിദേശത്ത് പോകുന്നു. ഞാൻ ധാരാളം കണ്ട കാഴ്ചയാണേ. ഇപ്പോൾ ഈ വിദേശത്ത് പോയി അവർ ഏതെങ്കിലും കടയിൽ നിൽക്കാനാകുമ്പോൾ പോയിട്ടുണ്ടാവും. കാരണം 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ 12th ഒക്കെ തോറ്റ കുട്ടികളായിരിക്കും അവർ. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, എന്ത് ജോലിക്ക് അവർ തയ്യാറാണ്. ഇനിയിപ്പോൾ നിലം ക്ലീനാക്കുന്ന ജോലിയാണ്, അതിന് തൂപ്പുന്ന ജോലി, അത് റെഡിയാണ് അവർ. ഇനി അവിടെയാണെങ്കിൽ ധാരാളം മറ്റേ പനയുണ്ടല്ലോ, നമ്മളെ ഡേറ്റ്സിൻ്റെ പന ധാരാളം കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അതിലും അവർ കയറാൻ തയ്യാറാണ്. അവർക്കതൊന്നും ഒരു പ്രശ്നമല്ല, ഒരു ജോലിയാണ്. എന്നിട്ടോ ഇവരവിടെ ജോലി ചെയ്ത് അവരെ പലരോടും കൂട്ടുകൂടി അങ്ങനെ അവർ ക്രമേണ ഇതിൻ്റെയൊക്കെ നാക്ക് പഠിക്കും. ഓ, ഇതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ധാരാണ് പാട്ടത്തിനെടുത്തിരിക്കുന്നത്, അതിലെത്ര പ്രോഫിറ്റ് ഉണ്ട്, എനിക്കതിൽ ഷെയർ ഹോൾഡർ ആവാൻ പറ്റുമോ. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ ഒരു 10 കൊല്ലം കൊണ്ട് അയാൾ ഒരു പക്ഷേ ആ തോട്ടത്തിൻ്റെ ഉടമയായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു കച്ചവട സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവൻ ഒരു 5 കൊല്ലം കൊണ്ട് 3 കച്ചവട സ്ഥാപനം അവൻ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനം പണക്കാരായത്. കാരണം അവർ ഒരു ജോലിക്കാരനായി പോയി, പിന്നെ പലതും പഠിച്ച് മനസ്സിലാക്കി അവരൊരു ഇൻവെസ്റ്ററായി മാറി, അവരതിൽ നിന്നും പലതും കൊയ്തെടുത്തു. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ്, ഈ സഹകരണം കൊണ്ട് നമുക്ക് നമ്മളുടെ ഒരു അബോധ തലത്തിൽ നിന്നും ബോധതലത്തിലേക്ക് വരണം. അപ്പോൾ അബോധ തലത്തിൽ എന്താണ്, ഓ ഇത്ര മതി, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ ഇത്രയൊക്കെ പറ്റുള്ളൂ, എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതങ്ങനെ ഇരിക്കും ക്ലർക്കായിട്ട്, അല്ലെങ്കിൽ പ്യൂണായിട്ട്, അല്ലെങ്കിൽ സെയിൽസ്മാനായിട്ട്. അവിടെ നിന്ന് അപ്പുറത്തേക്ക് ഉയരില്ല. നേരെ മറിച്ച് വളരെ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് ഇതെങ്ങനെയാണ് ഇതൊക്കെ നടത്തുന്നത്, ഇതിന് എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, എനിക്കതിൽ പാർട്ട്ണറാവാൻ പറ്റുമോ, അങ്ങനെ പലതും പഠിച്ചെടുക്കാനും ആത്മാർത്ഥതയോടെ അതിൽ ഇറങ്ങിപ്പുറപ്പെട്ടും അങ്ങനെ ഒരു ഗ്രാസ്പിംഗ് പവറുള്ള ഒരാൾ, ഒരു നിശ്ചയാത്മിക ബുദ്ധിയാണ്. എനിക്ക് പഠിക്കണം, എനിക്ക് മനസ്സിലാക്കണം, എനിക്കിത് അറിയണം, എനിക്കും ഇതിലൊരു സംരംഭകനാവാൻ പറ്റൂ. അങ്ങനെ അറിയാനുള്ള ജിജ്ഞാസ ഡെവലപ്പ് ചെയ്യും തോറും അവരുടെ ഉപബോധ മനസ്സിൽ നിന്ന് അവർ ഉയരുകയാണ്. അവരെ ബോധ മനസ്സിൻ്റെ ആ കരുത്തിലേക്ക്, ശക്തിയിലേക്ക്, കഴിവിലേക്ക് അവർ വികസിക്കുകയാണ്. മറ്റതോ ഉള്ള കഴിവിൽ തന്നെ പരിമിതനായി ചുരുങ്ങി നിൽക്കുകയാണ്. വീട്ടിൽ വളർത്തുന്ന ഒരു പക്ഷിയെപ്പോലെ പറക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിട്ട്, ഓ എനിക്ക് പറക്കണം, എനിക്കിവിടെ നിന്നാൽ മതി, പറക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിട്ടും പറക്കാത്തവർ. അതാണ് പൊതുവെ ഹിന്ദു മൈൻഡ്. അതുകൊണ്ടാണ് ഹിന്ദു സമൂഹത്തിൽ ഒരു വലിയ സംരംഭകരൊന്നും ഇല്ലാത്തത്. കാരണം നമ്മുടെ ആ ആറ്റിറ്റ്യൂഡ്, നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്ന ആറ്റിറ്റ്യൂഡ്, നമ്മുടെ എഡ്യൂക്കേഷൻ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. ഇപ്പം നമുക്ക് ക്രമേണത് മാറ്റണം, അടുത്ത തലമുറയെങ്കിലും മാറ്റണം. കാരണം അവർക്ക് പലതും കണ്ടും കേട്ടും പറയാതെ പഠിച്ചും അറിയാതെ പഠിച്ചും അറിഞ്ഞു പഠിച്ചും കേട്ടു പഠിച്ചും ഒക്കെ മനസ്സിലാക്കാനുള്ള കഴിവും, അതുപോലെ തന്നെ പല നല്ല ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവരുടെ കൂടെ ചേർന്ന് പലതും കെട്ടിപ്പടുക്കാനുള്ള കഴിവ് അവർക്കുണ്ടാവണം. അപ്പം അതിനുള്ള ഒരു സാമർഥ്യം, അവർക്ക് അറിയാനുള്ള കഴിവ് മാത്രം പോരാ, ആളുകളോട് ഇടപഴകാനുള്ള കഴിവ്, ഒരു വാക് സാമർഥ്യം, വിനയം, വിവേകം, ഇതൊക്കെ എഡ്യൂക്കേഷനിലോ അല്ലെങ്കിൽ വീട്ടിലോ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നാൽ അങ്ങനെയുള്ള ആളുകൾ അനേനപ്രസവിശുദ്ധം, അവരിലൂടെ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് കാണാം. അപ്പം ഈ തരത്തിൽ അനേനപ്രസവിശുദ്ധം എന്ന് പറഞ്ഞാൽ ദേ ഡെവലപ്പ് സോ മെനി തിങ്സ്. അവർക്ക് പലതും ഇവിടെ സൃഷ്ടിക്കാൻ സാധിക്കും. കാരണം അവരുടെ ആ ബുദ്ധിവൈഭവത്തെ, അവരുടെ കഴിവിനെ അവർ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നവരാണ്. നോക്കൂ, കൃഷ്ണൻ പറയുന്നൊരു കാര്യം, നമ്മളിങ്ങനെ അടിമകളായി ജീവിക്കേണ്ടവരല്ല എന്നല്ലേ. നമുക്ക് കഴിവുണ്ട്, ശക്തിയുണ്ട്, പ്രാപ്തിയുണ്ട്. പക്ഷേ നാം അതിന് തയ്യാറുണ്ടോ എന്ന് മാത്രമേ നോക്കേണ്ടുള്ളൂ. അപ്പം നമ്മൾ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് രാവിലെ നേരത്തെ എണീക്കണം, ഉപാസനകൾ ചെയ്യണം.
അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ എനിക്ക് പലതിനും സാധിക്കും. ഉപാസന രാവിലെ എണീക്കണം എന്ന് പറയുന്നത് എന്തിനാണ്? രാവിലെ എണീറ്റ് ശീലിക്കാൻ എനിക്ക് എണീക്കാനുള്ള ഒരു കഴിവുണ്ട്. ബോധമനസ്സാ തീരുമാനം എടുക്കണത്. അല്ലാതെ ഞാൻ കടന്നുറങ്ങുന്നുള്ള മനസ്സിൽ വീണുപോയാൽ ഉപബോധ മനസ്സിന് അടിമപ്പെടും നമ്മൾ. അപ്പോൾ ആ ബോധ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ ഉപബോധ മനസ്സിൻ്റെ പിടിയിൽ നിന്ന് നമ്മൾ ബോധ മനസ്സിലേക്ക് ഉയരുമ്പോൾ അപ്പം നമുക്ക് നല്ല കൂട്ടുകെട്ടുകൾ, നല്ല ബന്ധങ്ങൾ, അതിലൂടെ പലതും നമുക്ക് നേടിയെടുക്കാനും വികസിപ്പിച്ചെടുക്കാനും നമുക്ക് സമൂഹത്തിലേക്ക് സമർപ്പിക്കാനും നമുക്ക് സാധിക്കും. ഭഗവാൻ പറഞ്ഞത് ശരിയല്ലേ? ഈ ഒരു കാര്യം അനേന പ്രസവിഷ്യത്വം, നിങ്ങളിൽ നിന്നും ധാരാളം അധികം നിങ്ങളിൽ നിന്നും പലതും ഉണ്ടാവട്ടെ, സൃഷ്ടി ഉണ്ടാവട്ടെ, സംരംഭകരായി മാറട്ടെ, നിങ്ങൾ പലതും ഉൽപ്പാദിപ്പിക്കുന്നവരായി മാറട്ടെ. കഴിവില്ല എന്ന് പറഞ്ഞിരിക്കരുത്. കഴിവില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയേ ചെയ്യുള്ളൂ എന്ന നിങ്ങളുടെ പിടിവാശിയാണ്, നിങ്ങളുടെ സ്വഭാവമാണ്, നിങ്ങളുടെ ശീലമാണ്. കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ അടിമത്വത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ആ ബോധ മനസ്സിലേക്ക് നിങ്ങൾ വന്നിരുന്നെങ്കിൽ എനിക്കിതല്ല, ഇതിനപ്പുറത്ത് സാധിക്കും. നിങ്ങൾ കഥകളിലൂടെയൊക്കെ നിങ്ങൾ കേട്ട് കാണും. അതായത് നമ്മളെപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ ചില അഹങ്കാരത്തിൽ ജീവിക്കുകയാണ്. നിങ്ങൾ കേട്ട കഥയാണ്, ഞാൻ ആവർത്തിക്കുന്നു മാത്രം. അതായത് ഒരിക്കലൊരു വലിയ പണ്ഡിതൻ എന്നൊരു അഹങ്കാരി, അയാളിങ്ങനെ ഒരു തോണിയിൽ യാത്ര ചെയ്യാണ്. അപ്പോൾ ആ തോണിക്കാരനോട് ചോദിക്കുകയാണ്, ഈ പുഴയിൽ ധാരാളമൊക്കെ മത്സ്യം ഉണ്ടാവില്ലേ, തനിക്ക് ഈ മത്സ്യത്തെക്കുറിച്ചുള്ള വിവരമൊക്കെ മുക്കോന്മാരോട് പറഞ്ഞാൽ കമ്മീഷൻ കിട്ടില്ലേ? അപ്പോൾ ഈ ബുദ്ധിമാൻ എന്ന് പറയുന്ന പണ്ഡിതൻ അതൊക്കെ വലിയ കാര്യമായിട്ട് പറഞ്ഞു, എനിക്ക് എന്താ പറയുക, ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ട്, ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ലേ സാർ. ഞാൻ ഈ തോണി തുഴയുക, ഇക്കരെയുള്ള ആളുകൾ അക്കരെയുള്ള ആളുകൾ, ഞാനത് കൃത്യമായിട്ട് ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്താൽ എത്ര പണം കിട്ടും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തുകൂടെ? അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്ക് മത്സ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാം, ഈ കാര്യങ്ങളൊക്കെ ഞാൻ മുക്കുവരോട് പറയാറുണ്ട്, പക്ഷേ ഞാൻ അത്ര എൻ്റെ സമയം അതിൽ ചെയ്യാറില്ലേ, എനിക്ക് ഈ ഒരു കാര്യം അധികം ചെയ്യാനുള്ളതുകൊണ്ട്. പിന്നെ രണ്ടാമത്തെ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, കാറ്റും മഴയൊക്കെ ഉള്ളപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ആളുകൾക്ക് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വലിയ ദുരന്തങ്ങൾ ഒഴിവായിക്കൂടെ? അപ്പോൾ പറഞ്ഞു, ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കാറ്റും മഴയൊക്കെ വരുന്ന സമയത്ത് തോണി എടുക്കാതിരിക്കാൻ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ ജനങ്ങളോട് പറയല്ലേ, പക്ഷേ എനിക്ക് അന്തരീക്ഷം കണ്ടാൽ അറിയാൻ പറ്റും. ഞാൻ ഇത്രയും കാലം തോണി തുടഞ്ഞുകൊണ്ടിരിക്കല്ലേ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വേവലാതിപ്പെടാറില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേരുടെ ജീവൻ രക്ഷിക്കാൻ പറയും, ഇതുവരെ അപകടം പറ്റിയിട്ടില്ല സാർ. നിങ്ങളുടെ ജീവിതം ഇങ്ങനെ തൊലഞ്ഞു പോകാനുള്ള മനുഷ്യ, ഇതൊന്നും പഠിക്കാതെ. പിന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ഈ വേലിയേറ്റം ഇത്തരം സമയങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വേലിയേറ്റ സമയത്തൊക്കെ നിങ്ങൾക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നത് കുറയ്ക്കാൻ പറ്റും, നിങ്ങളുടെ ഊർജ്ജം വെറുതെ നശിപ്പിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അയ്യോ സാർ, എനിക്കതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അതൊന്നും എന്നെ എഫക്റ്റ് ചെയ്യാറില്ല. പറഞ്ഞു, നിങ്ങളൊരു പഠിക്കാൻ തയ്യാറില്ലാത്ത മനുഷ്യനാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു 75% പോയി. അപ്പോൾ ആ സമയത്താണ് ഭയങ്കര കാറ്റും കോളും വരുന്നത്. തോണി ഏറെക്കുറെ നടുക്കിലെത്തി, നല്ല ചുഴലിക്കാറ്റതാ പെട്ടെന്ന് അടിച്ച് വരുന്നു. അപ്പോൾ ഇയാൾ ചോദിച്ചു, സാറ് വലിയ പണ്ഡിതനാണല്ലോ, വലിയ പ്രൊഫസറാണെന്നൊക്കെ പറഞ്ഞു, നീന്തൽ അറിയോ സാറ് ചോദിച്ചു. പറഞ്ഞു, അത് ഞാൻ മാത്രം പഠിച്ചില്ല. എന്നാൽ സാർ തോണി മിക്കവാറും മുങ്ങും, കാരണം ഈ കാറ്റിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീന്തൽ അറിയില്ലല്ലോ, എനിക്ക് 75% ജീവിതം പോയില്ലോ, നിങ്ങൾക്ക് 100% പോകാൻ പോണത്. അതാണ് കാര്യം. അപ്പം നമുക്ക് അറിയേണ്ടത് അറിയണം, അത് അറിഞ്ഞാൽ മാത്രം പോരാ, അതുകൊണ്ട് പ്രയോജനവും ഉണ്ടാവണം, അത് പ്രയോജനപ്പെടുത്തുകയും വേണം. കുറേ പണ്ഡിതന്മാരെ പോലെ അറിവുണ്ടായിട്ട്, അതാണ് നമ്മുടെ മലയാളികൾക്കുള്ള പ്രശ്നം. എല്ലാം അറിയാം, ഒന്നും ഒട്ടും ചെയ്യില്ല ഒരു കാര്യം. എന്നിട്ടോ ചുഴലിക്കാറ്റ് വന്ന വെള്ളത്തിൽ പോയി ഇന്ന് മുങ്ങ തന്നെ. നോക്കൂ, നിങ്ങളിപ്പോൾ ഈ കോവിഡൊക്കെ വന്ന എത്ര ആളുകളെ ദുരന്തത്തിൽപ്പെട്ടത്, അവരോട് ആരോഗ്യത്തെക്കുറിച്ച് അവർക്കില്ലാത്തൊരറിവ് ലോകത്തിലാർക്കും ഉണ്ടാവില്ല. എല്ലാറ്റിനെക്കുറിച്ച് അത്ര ജ്ഞാനല്ലേ. നിങ്ങൾ രാവിലെ യോഗയൊക്കെ എനിക്ക് അറിയുന്നു. ഞാൻ പണ്ട് ശീർഷാസനത്തിലൊക്കെ നിന്ന ആളാണ്. എങ്ങനെ ശീർഷാസനത്തിൽ? അങ്ങനെയല്ല, ഞാനൊരു മരത്തിൽ കയറി കാല് തെറ്റി വീണപ്പോൾ ശീർഷാസനത്തിലാണ് വീണത്. ഈ തരത്തിലുള്ള പൊട്ടന്മാരാണ്, മനസ്സിലായില്ലേ? ഈ തരത്തിൽ ഒന്നിനും പ്രയത്നിക്കാതെ, ഒന്നിനും പരിശ്രമിക്കാതെ, ആരോഗ്യത്തെ ശ്രദ്ധിക്കാതെ, എന്നിട്ടൊക്കെ ജീവിച്ച്, എന്നിട്ട് വലിയ കേമത്വം പറയാണ് ഇതാണ് ജീവിതം എന്ന്. അവരെയാണ് കോവിഡ് എടുത്ത് കൊണ്ടുപോയത്. മനസ്സിലാക്കണം നിങ്ങൾ, കോവിഡ് ആരെയും നശിപ്പിച്ചതല്ല, കോവിഡിനെ കൊണ്ട് നശിപ്പിക്കാൻ നമ്മൾ അനുവദിച്ചതാണ്. കാരണം ആരോഗ്യമുള്ള ദേഹത്തിൽ കോവിഡ് നിൽക്കില്ല, അനാരോഗ്യമുള്ള ശരീരങ്ങളിലാണ് കോവിഡ് നിൽക്കുക. അനാരോഗ്യമുള്ള മനസ്സിനെയാണ് അത് കീഴ്പ്പെടുത്തുന്നത്. അപ്പോൾ അത് നമ്മളുണ്ടാക്കി വെച്ചതാണ്. അതുകൊണ്ട് നാം ഇവിടെ പറയുന്നത് പോലെ
സഹയജ്ഞ പ്രജാസൃഷ്ട, നല്ലതിൻ്റെയൊക്കെ കൂടെ കൂടുക, നല്ല ഒരു മനസ്സുകളുടെ കൂടെ കൂടുമ്പോൾ നമ്മളും നല്ലതായി. അതല്ലേ പണ്ടുള്ളവർ പറഞ്ഞത്, നമ്മൾ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയും. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ. നല്ല മുല്ലയാണ്, പക്ഷേ പ്രയോജനമില്ല. എന്നാൽ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കുന്ന കല്ലിനുമുണ്ടൊരു സൗരഭ്യം. അതാണ് അതിൻ്റെ മഹത്വം. അതായത് ആ കല്ലിൽ പോലും ഒരു സുഗന്ധമുണ്ടാവും. അതായത് നല്ല സംസ്കാരമുള്ളവരുടെ കൂടെ ചേരുമ്പോൾ നമ്മുടെ മനസ്സിലും പരിവർത്തനമുണ്ടാവും. എത്രയോ ആളുകളുടെ ജീവിതം അങ്ങനെയാണ്. എത്രയോ ആളുകൾ രാമകൃഷ്ണ പരമഹംസൻ്റെയൊക്കെ ജീവിതം എടുത്തു നോക്കുക. എത്ര ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി അവരൊക്കെ പരിവർത്തനം വന്ന് വലിയ മഹാന്മാരായി മാറി. ഇത് തന്നെ കുട്ടികളെ ശീലിപ്പിക്കണം. ചെറുപ്പത്തിൽ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ, നല്ലവരുടെ കൂടെ അമ്പലത്തിൽ പോകുന്നവരുണ്ടോ അവരുടെ കൂടെ പോവുക, ഇടയ്ക്ക് സപ്താഹങ്ങൾക്ക് പോവുക, അതുപോലെ യോഗ ക്ലാസ്സിന് പോവുക, മെഡിറ്റേഷൻ ക്ലാസ്സിന് പോവുക. ഇതൊക്കെ ശീലങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ ഉപബോധ മനസ്സിൻ്റെ പിടിയിൽ നിന്ന് ക്രമേണ പുറത്ത് കിടക്കാൻ പറ്റും. അല്ലാതെ വേറെ വഴിയില്ല. സഹയജ്ഞ, ഒരു സഹവർത്തിത്വം വേണം, ഒരു കോപ്പറേഷൻ വേണം. എല്ലാവരും കൂടി ചേർന്ന് ശ്രീരാമസ്വാമി ലങ്കയിലേക്ക് പാലം പണിയുമ്പോൾ അതൊരു കൂട്ടായ്മയായിരുന്നു. കാരണം നളനും നീലനൊക്കെ കഴിവുണ്ട്. ഇവർക്കൊക്കെ കല്ലുകൾ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ആ കല്ലുകൾ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നുള്ളതാണ്. അപ്പോൾ എല്ലാ വാനരന്മാരും ഓരോന്നെടുത്തു കൊണ്ടുവരുന്നു. അങ്ങനെ അത് കടലിൽ കൊണ്ടുപോയിട്ട് അങ്ങനെയാണ് പാലം പണിതത്. വാനരന്മാരെ വെച്ച് ശ്രീരാമസ്വാമി യുദ്ധം ചെയ്തു. നോക്കൂ, നിങ്ങൾ വാനരന്മാരെ വെച്ചിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും യുദ്ധം ചെയ്തിട്ടുണ്ടാവുമോ? അവരെ ഒരു ഭാഗത്ത് പിടിച്ചിരുത്താൻ തന്നെ വലിയ പാടാണ്. ചിലപ്പം പണ്ട് ഒരു രാജാവ് വാനരനെ തന്നെ നോക്കാനുള്ളൊരു പണി ഏൽപ്പിച്ചു. അതായത് രാജാവ് ഒരു വാനരനെ വളർത്തി, നല്ല കഴിവും അറിവൊക്കെയുള്ള വാനരൻ. ആ വാനരനോട് പറഞ്ഞു, എടോ, ഞാൻ കിടന്നുറങ്ങുമ്പോൾ അവിടെ നല്ല ഈച്ച ശല്യമുള്ള സ്ഥലമായിരുന്നു. അന്നത്തെ കാലം ഫാനൊന്നുമില്ല, ഈ വിശറി പോലുള്ള സാധനമാണ്. അപ്പോൾ ആ വിശറി കൊണ്ട് ഇങ്ങനെ വീശി ഈച്ചകളെ കാട്ടാൻ രാജാവ് ഉറങ്ങുകയാണ്. അങ്ങനെ കുറേ നേരം വീശി കുരങ്ങനെ കലി പിടിക്കാൻ തുടങ്ങി. എങ്ങനെ വീശിയാലും ഈ ഇത് വന്നിരിക്കുക, ഈച്ച വന്നിരിക്കുക. പിന്നെ നോക്കുമ്പോൾ ഒരൊറ്റ കലി അങ്ങോട്ട് വന്ന് രാജാവിൻ്റെ കയ്യിൽ, അവിടെ രാജാവിൻ്റെ ആ മുറിയിൽ ഹനുമാൻ സ്വാമിയുടെ ഗത ഉണ്ടായിരുന്നു. അത് പോയി കുരങ്ങനെടുത്തു. കാരണം തൻ്റെ പൂർവികരുടെ ഗതയല്ലേ. എന്നിട്ട് അങ്ങനെ വെച്ചിരുന്നു. ആ സമയത്താണ് രാജാവിൻ്റെ മൂക്കിലൊരു ഈച്ച വന്നിരുന്നത്. രണ്ടും കൽപ്പിച്ച് ആഞ്ഞൊരൊറ്റ അടിയുണ്ട്. അത് രാജാവിനെ കണ്ടില്ല, ഈച്ചയെ കണ്ടത്. പിന്നെ എന്താ സംഭവിച്ചത് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ രാജാവിൻ്റെ ജീവിതം അതോടുകൂടി തകർത്ത് കയ്യിൽ കൊടുത്തു. അപ്പോൾ ഇതുപോലെ മനുഷ്യ മനസ്സ്, അതിനെ നശിപ്പിക്കാനും സാധിക്കും, സൃഷ്ടിക്കാനും സാധിക്കും. നല്ലതിനോട് ചേർന്ന് നമുക്ക് ജീവിതം നന്നാക്കാം, ചീത്തതിനോട് ചേർന്ന് നമുക്ക് ജീവിതം നശിപ്പിക്കാം. കള്ള്, അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾ, വേണ്ടാത്തതായ കാര്യങ്ങളിലൊക്കെ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് പെട്ട് സ്വയം നശിക്കുന്നില്ലേ? അതല്ലേ അമ്മമാർ പിന്നെ പറയുന്നത്, കൂട്ടുകെട്ട് തെറ്റിപ്പോയിന്നു, ആ കൂട്ടുകെട്ടിൽ പെട്ടുപോയിന്നു, അങ്ങനെ നശിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് സഹയജ്ഞ പ്രജാസൃഷ്ട, നല്ലതിനോട് ചേർന്നാൽ നല്ലവരാവണം, ഒന്നായാൽ നന്നായി എന്ന് കുഞ്ഞുണ്ണി മാഷ് പറയും. അപ്പം നല്ലതിന് വേണ്ടി ഒന്നാകണം. അപ്പോഴെന്തുണ്ടാവും? തത് ഇഷ്ടകാമദുഃഖ്, അത് കാമധേനുവായി മാറുന്ന. എന്താ ഈ കാമധേനു എന്ന് പറഞ്ഞാൽ? അത് സ്വർഗത്തിലുള്ള പൊതുവെ ഇന്ദ്രൻ്റെ കയ്യിലുള്ള പശുവാണല്ലോ കാമധേനു എന്നുള്ളൊരു സങ്കല്പമുണ്ട്. ഒരു ഭാഗത്ത് കാമധേനുവിനെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. ഋഷിവര്യന്മാരുടെ കയ്യിലുള്ളതാണ് കാമധേനു എന്നുള്ള സങ്കല്പമുണ്ട്. ഏതായാലും കാമധേനുവിനെ സുരഭി എന്നുള്ളൊരു പേര് വേറെ സന്ദർഭത്തിൽ വിളിക്കും. ഏതായാലും കാമധേനു ഋഷിമാരുടെ അടുത്തിരിക്കട്ടെ, ദേവന്മാരുടെ അടുത്തിരിക്കട്ടെ, ഡസൻ മാറ്റർ ആരുടെ അടുത്താണെന്നുള്ളത്, എന്ത് ചോദിച്ചാലും തരുന്ന ഒരു പശുവാണ് കാമധേനു. അപ്പം കാമധേനു എന്ന് പറഞ്ഞാൽ കാമങ്ങളെ സാധിപ്പിക്കുന്ന കാമധേനു. കൽപ്പതരു എന്നുള്ള വൃക്ഷവും ഇതുപോലെയാണ്. ഈ തരത്തിൽ കാമധേനുവിനെ പോലെ, അതായത് എന്ത് നമ്മൾ ആഗ്രഹിക്കുന്നോ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പം അതിന് വേണ്ടത് നിശ്ചയദാർഢ്യവും അതുപോലെ തന്നെ നമ്മുടെ അർപ്പണ മനോഭാവവും അതിൽ ആസ്വദിച്ചുകൊണ്ടുള്ള പ്രവർത്തനവും സഹവർത്തിത്വവും, ഇത്തരം കാര്യങ്ങളൊക്കെ ഓരോരുത്തരിലും ഉണ്ടെങ്കിൽ വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അതിന് കഴിവും പ്രാപ്തിയും എല്ലാ മനസ്സുകൾക്കും ബുദ്ധികൾക്കും ഉണ്ട്. അല്ലാതെ ദൈവം ചിലരെ ചൂസ് ചെയ്ത് കൊണ്ട് അയച്ചതല്ല.
അമേരിക്കയിൽ ഏറ്റവും വളരെ ഇമ്പോസിബിൾ എന്ന് പറയുന്ന ഒരു മഹാത്ഭുതം സൃഷ്ടിച്ച ഒരച്ഛനും മകനുമുണ്ട്. അത് ന്യൂയോർക്കിൽ നിന്ന് ന്യൂജേഴ്സിയിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ബ്രൂക്ലിൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു പാലം പണിതു. അത് ഇപ്പോഴും അതിൻ്റെ പേര് ജോർജ് വാഷിങ്ടൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ് അവിടെ കാണാം. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് വളരെ 1800-ലൊക്കെയാണ് പണിതത്. അതിൻ്റെ ചരിത്രങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ അത് പണിയുന്ന സമയത്ത് എന്താ പറയുക, അച്ഛൻ മരിച്ചു. അത് കഴിഞ്ഞിട്ട് മകനും ആക്സിഡൻറ്റ് പറ്റി അയാൾക്ക് മിണ്ടാൻ പറ്റാതെ ചലനങ്ങളിലൂടെ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എൻജിനീയർമാർക്ക് പറഞ്ഞു കൊടുത്ത് സ്പർശങ്ങളിലൂടെയൊക്കെ അയാൾ സംവാദം ചെയ്ത് സ്പർശിച്ചുകൊണ്ട് ഓരോന്ന് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ആ ബ്രിഡ്ജ് ഉണ്ടാക്കിയത്. മഹാത്ഭുതമാണ്, കാണേണ്ട ഒരു ബ്രിഡ്ജാണ്. അമേരിക്കയിൽ എല്ലാവരും ടൂറിസ്റ്റുകൾ വന്നാൽ കാണുന്നൊരു ബ്രിഡ്ജാണ്. കാരണം ആ ബ്രിഡ്ജിൻ്റെ ഒരു പ്രത്യേകത, ഒരു അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ 2 സ്റ്റോറി ആയിട്ടാണ് അതിനെ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ അപ്പാർട്ട്മെൻറ്റും. മഹാത്ഭുതം തന്നെയാണ്. അത് വേറെ എവിടെയും കാണാൻ പറ്റില്ല. ബ്രിഡ്ജിൻ്റെ മുകളിൽ അപ്പാർട്ട്മെൻറ്റ് കാണണമെങ്കിൽ അവിടെ തന്നെ പോകണം. അതാണ് നമുക്ക് സ്ഥലം അങ്ങനെ പ്രയോജനപ്പെടുത്തി. കാരണം അമേരിക്കയാണ് വളരെ എക്സ്പെൻസീവായിട്ടുള്ള ടൗണാണ്. അപ്പം ഇങ്ങനെ മനുഷ്യന് എന്ത് മഹാത്ഭുതങ്ങളും സൃഷ്ടിക്കാൻ സാധിക്കും. നിങ്ങൾ കണ്ടില്ലേ, ബുർജ് ഖലീഫ ദുബായിൽ പണിതിരിക്കുന്ന ഒരു വലിയൊരു കെട്ടിടം. അങ്ങനെയൊക്കെയുള്ള ഒരു അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് മനുഷ്യൻ്റെ മനസ്സ്. പക്ഷേ അങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ അതിനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള അതിൻ്റെ കഴിവിനെ നിരന്തര പ്രയത്നത്തിലൂടെ വികസിപ്പിച്ചെടുത്തിരിക്കണം. അതിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ, ബ്രഹ്മാവിൻ്റെ 4 തല എന്ന് പറഞ്ഞ 4 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ കൃത്യനിഷ്ഠ. ജീവിതത്തിൽ കൃത്യനിഷ്ഠയുള്ളവർക്ക് മഹത്തായ കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. 2, ചില അനുഷ്ഠാനങ്ങൾ വേണം. കാരണം മനസ്സ് വളരെ ശാന്തമാക്കി വെച്ചാലേ ആശയങ്ങളും മറ്റ് പലതിൽ നിന്നും ഗ്രഹിക്കാൻ പറ്റുള്ളൂ. 3, നമ്മുടെ മനസ്സിൽ നല്ല കൂട്ടുകെട്ടുകൾ വേണം. നിരന്തരമായി നമ്മൾ പലതിനോടും അന്വേഷിച്ച് നമ്മൾ പോകണം. 4, ആ കൂട്ടുകെട്ടുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആശയങ്ങളെ നമ്മൾ പ്രാവർത്തികമാക്കാനുള്ള മനസ്സർപ്പിച്ചുകൊണ്ടുള്ള പ്രയത്നം വേണം. ഇങ്ങനെ നമ്മുടെ നിശ്ചയദാർഢ്യം, അതുപോലെ തന്നെ വളരെ ആ ഒരു നിശ്ചയത്തെ പ്രാക്ടീസ് ചെയ്യാനുള്ള അനുഷ്ഠാനങ്ങൾ കരുത്ത് വേണം, സഹവർത്തിത്വം വേണം, അർപ്പണഭാവം വേണം. ഈ തരത്തിൽ ഓരോ വ്യക്തിയും പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൽ 2 കാര്യങ്ങൾ അച്ഛനമ്മമാർ കുട്ടികളെ പ്രാക്ടീസ് ചെയ്താൽ തന്നെ മഹാത്ഭുതം നമുക്ക് കാണാം. പരാജയം എന്ന് പറയുന്ന ഒരു കുട്ടിക്കുണ്ടാവില്ല. കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും അത് നിശ്ചയമായിട്ടും നിങ്ങൾ കുട്ടികളെ പരിശീലിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ, യുവാക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ ജീവിതത്തിൽ ഒരു കൃത്യനിഷ്ഠയും അനുഷ്ഠാനം ഉണ്ടാക്കൂ. നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാം. രാവിലെ ഒരു 5 മണിക്ക് എണീറ്റ് കുറച്ച് നേരം യോഗ ചെയ്യാൻ പറ്റിയാൽ നല്ലത്. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി, ഇപ്പോഴാണ് ഈ ക്ഷേത്രത്തിൽ പോകണം. കാരണം നല്ല ശുദ്ധമായ ഓക്സിജൻ വേണം നമുക്ക്. അതുപോലെ രാവിലത്തെ സൂര്യപ്രകാശം കിരണം കൊള്ളണം. വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ വേണം. അങ്ങനെ നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കുന്ന കാര്യങ്ങളോടൊപ്പം ജപം, ഗായത്രി, ഒരു 108 തവണ ഗായത്രി ജപിച്ച് അങ്ങനെ വരിക. അപ്പം മനസ്സും വളരെ ശാന്തമായി, ഏകാഗ്രമായി, വളരെ പോസിറ്റീവായി, അതുപോലെ ശരീരവും. അങ്ങനെ ശരീരത്തിനെയും മനസ്സിനെയും നമ്മൾ നല്ല എനർജൈസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ പലതും നമ്മുടെ അടുത്തേക്ക് വരുന്നത് നമുക്ക് കാണാം. എന്തോ ഒരു അനുഗ്രഹം പോലെ പല കാര്യങ്ങളും നമ്മളെ അടുത്തേക്ക് വരുന്നത്, നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ പോലും, നല്ല കാര്യങ്ങൾ. ഇനി നമുക്ക് വേണ്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് നമ്മളിൽ നിന്ന് തട്ടി മാറ്റപ്പെടുന്ന പോലെ കാണാം. ഏതോ ഒരു ശക്തി വന്നിട്ട് അതിനൊക്കെ മാറ്റുന്നത്. ഈ തരത്തിൽ അനുകൂലമായ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നതും പ്രതികൂലമായതൊക്കെ നമ്മളിൽ നിന്ന് പോകുന്നതും നല്ല കൂട്ടുകെട്ടുകൾ വരുന്നതും, അങ്ങനെ നമുക്ക് മഹാത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര യുവാക്കളും യുവതികളും വിചാരിച്ചാൽ ഈ ലോകം എവിടെ എത്തിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ കഴിവില്ലാത്തവരാണ്, നിങ്ങളെ ദൈവം ശപിച്ചവരാണ്, അല്ലെങ്കിൽ കർമ്മദോഷം, പാപം, ഇതൊന്നും പറഞ്ഞിരിക്കരുത്. അതൊക്കെ നിങ്ങൾ പറഞ്ഞതിന് കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സിന് അടിമപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ ആ ഉപബോധ മനസ്സിൻ്റെ ദൗർബല്യത്തിൽ നിന്നും നമുക്ക് പുറത്ത് കടക്കാൻ ഈ പറഞ്ഞ ശ്ലോകം സഹയജ്ഞ പ്രജാ സൃഷ്ട, സഹവർത്തിത്വം നമുക്കുണ്ടാവണമെങ്കിൽ പുരോവാച നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്താണ്? നിങ്ങൾക്ക് കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ഒക്കെ വേണം.
അപ്പോൾ ആ രീതിയിലുള്ളൊരു ജീവിതം നമ്മൾ ഉണ്ടാക്കുക. അനേന പ്രസവിഷ്യത്വം എന്ന് പറഞ്ഞാൽ ധാരാളം നമ്മളിൽ നിന്നും പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. കാരണം ദ വേൾഡ് ഈസ് പ്രോഗ്രസ്സിങ്. ഈ വേൾഡ് ഒരു കൂട്ടായ്മയിലാണ് പ്രോഗ്രസ് ചെയ്യുന്നത്, അല്ല ഒരു വ്യക്തിയിൽ നിന്നല്ല. പക്ഷെ അതിന് പ്രേരണയും പ്രചോദനവും കൊടുക്കാൻ ചില വ്യക്തിത്വങ്ങളുണ്ടാവും. ഇപ്പം നിങ്ങൾ സ്റ്റീവ് ജോബ്സിൻ്റെ കഥ എടുത്ത് നോക്കിയാൽ ഒരു വ്യക്തിയിൽ നിന്നാണ് അതിൻ്റെ ആരംഭമെങ്കിലും പക്ഷേ അയാൾ പലരുമായിട്ടുള്ള കൂട്ടുകെട്ടിലാണ് ആപ്പിൾ എന്നൊരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. ഇങ്ങനെ ഓരോ കാര്യത്തിൻ്റെയും പിന്നിൽ ഒരു വ്യക്തിയുടെ പ്രേരണയുണ്ടെങ്കിലും പലരുടെയും പ്രചോദനത്തിൽ നിന്നാണ് വാസ്തവത്തിൽ പലതും രൂപപ്പെട്ടു വരുന്നത്. അപ്പം അങ്ങനെ നമുക്ക് വ്യക്തികൾക്കുള്ള നല്ല ചിന്തകൾ ഉണർത്തുന്നതിനാണ് കൃത്യനിഷ്ഠയും അനുഷ്ഠാനം. 2, നമ്മുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് പലതും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ രീതിയിൽ നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്. ഒരു വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സൊസൈറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ആ വ്യക്തി ഒരു ലീഡറായിട്ട് മാറും. നിങ്ങൾ ആരുടെയും അടിമകളായി തീരേണ്ടവരല്ല, ആരെയും അന്ധമായി അനുകരിക്കേണ്ടവരല്ല, നമ്മൾ എവിടെയും പുറകിൽ നിൽക്കേണ്ടവരല്ല, മുന്നിലേക്ക് തന്നെ വരേണ്ടവരാണ്. അപ്പോൾ മുന്നിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ക്ലാസ്സുകളിലൊക്കെ ഘോരം അവർ പ്രസംഗിച്ചുകൊണ്ട് പറയും യു ഹാവ് ദ പവർ, യു ഹാവ് ദ എഫിഷ്യൻസി, യു ഹാവ് ദ ദാറ്റ് ദിസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ മോട്ടിവേറ്റ് ചെയ്യും. പക്ഷേ ശങ്കരൻ വീണ്ടും തെങ്ങിൽ തന്നെ. കാരണം ഉപബോധ മനസ്സിൽ കുരുങ്ങിക്കിടക്കുന്നവരോട് എന്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഉപബോധ മനസ്സിൻ്റെ സ്വാധീനം നമ്മളിൽ വളരെ ഹൈ പെർസെൻറ്റേജ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളോട് എന്ത് വാക്കുകൾ ഉപയോഗിച്ചാലും അതെല്ലാം ഒരു പൊടിയിടുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് എഗെയിൻ ശങ്കരൻ ഓൺ ദ സെയിം കോക്കനട്ട് ട്രീ എന്ന്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, തദൈവ അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് ആ ഇൻഫ്ലുവൻസ് കുറയ്ക്കണം, ആ ഉപബോധ മനസ്സിൻ്റെ സ്വാധീനം കുറയ്ക്കണം. അപ്പോൾ ഉപബോധ മനസ്സിൻ്റെ സ്വാധീനം കുറയ്ക്കാനാണ് നമ്മളോട് കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും വേണമെന്ന് വളരെ കർക്കശമായിട്ട് നമ്മുടെ പൂർവികന്മാർ നിഷ്കർഷിച്ചിട്ടുള്ള. അപ്പം നിങ്ങൾ ഇത് രണ്ടും വിട്ടിട്ടോ ഗീത പറഞ്ഞോളൂ സ്വാമി, ഞങ്ങളുടെ ജീവിതമായിട്ടൊന്നും ബന്ധപ്പെടുത്തി ഞങ്ങളോട് രാവിലെ എണീക്കണം, ഞങ്ങളോട് യോഗ ചെയ്യണം, ഞങ്ങളോട് മെഡിറ്റേഷൻ, അതൊന്നും പറയരുത്. പക്ഷേ അതൊന്നും ഇല്ലാതെ നിങ്ങളോട് ഗീത പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഗീത എന്ന അറിവുണ്ടായിട്ട് നിങ്ങളിലൊരു പരിവർത്തനം വരുന്നില്ലെങ്കിൽ ആ അറിവുകൊണ്ട് എന്ത് കാര്യമുണ്ട്? അപ്പം അതുകൊണ്ട് ഗീത വെറും ഒരു നോളജല്ല, പുസ്തക ജ്ഞാനമല്ലത്, അത് ജീവിത പരിജ്ഞാനമാണ്, വിവേകമാണ്, നമ്മുടെ ജീവിതത്തെ പരിവർത്തനം വരുത്തുന്ന തിരിച്ചറിവാണത്. അത് വെറും അറിവല്ല, തിരിച്ചറിവാണ്. എനിക്കെന്നെ പരിവർത്തനം വരുത്താൻ സാധിക്കുമെന്ന തിരിച്ചറിവ്. അതുകൊണ്ട് നിങ്ങളിൽ പരിശീലനമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഗീത പഠിക്കണമെന്ന് ആവർത്തിച്ച് പറയുന്നത്. ഇത് കഴിഞ്ഞ് ഭഗവാൻ വീണ്ടും നമ്മളോട് പറയുന്നു, ദേ അങ്ങനെ നിങ്ങൾ സഹയജ്ഞ സഹവർത്തിത്വം അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും ഇവിടെ കാര്യങ്ങൾ പോകുന്നത്, അതെങ്ങനെയാണ് ആ സഹവർത്തിത്വം ചെയ്യേണ്ടത്, അതൊന്നുകൂടി കൃഷ്ണൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം.